हिंदू मत महामंडलम के माननीय अध्यक्ष श्रीमान नायर जी, उपाध्यक्ष श्रीमान हरदास जी, श्रीमान राजगोपाल जी, मेरे दाहिने तरफ बैठे सभी विशिष्ट नागरिक वगैरह, उपस्थित सज्जन, माता भगिनी, मुझे भी हिंदी में बोलने की सूचना थी और मैं बैठकर इसलिए बोल रहा हूं कि भाषांतर परिच्छेद से परिच्छेद का होगा, तो बार बार उठने बैठने के बजाय वो सीधा चलता रहे, इसलिए बैठकर बोल रहा हूं। यहाँ आकर मैं गौरवान्वित अपने आप को समझता हूं। आप ये जानते हैं कि संपूर्ण हिंदू समाज के संगठन के लिए राष्ट्रीय स्वयंसेवक संघ 100 साल से काम कर रहा है, परंतु उसके भी पहले 1913 से समय की इस आवश्यकता को समझकर तब से आज तक इस हिंदू मत परिषद के द्वारा सतत 113 साल से काम कर रहे आप लोगों के सामने मैं आया हूं, तो मुझे ऐसा लगता है कि किसी सीनियर के सामने कोई जूनियर खड़ा है, और इसलिए हिंदू मत महामंडलम के सभी कार्यकर्ताओं को, प्रेरक लोगों को, प्रवर्तकों को, संतों को मेरा विनम्र नमस्कार। परम श्रद्धेय सन्यासी श्रेष्ठന്മാരെ, ഹിന്ദുമത പരിഷത്തിന്റെ അധ്യക്ഷൻ DS നായർ ജി, ഹിന്ദുമത പരിഷത്തിന്റെ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഹരിദാസ് ജി, ജനറൽ സെക്രട്ടറി രാജഗോപാൽ ജി, എൻ്റെ വലതുഭാഗത്തിരിക്കുന്ന വിശിഷ്ടരായ സജ്ജനങ്ങളെ, അതേപോലെ ഈ ഹിന്ദുമത ഏകതാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന നല്ലവരായ സഹോദരന്മാരെ, എല്ലാവർക്കും എനിക്ക് ഇന്ന് വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഹിന്ദിയിലാണ് സംസാരിക്കേണ്ടതെന്ന്. ഹിന്ദിയിൽ സംസാരിക്കുമ്പോൾ തർജ്ജമ വേണ്ടി വരും, അത് ഖണ്ഡികയായിട്ട് തർജ്ജമ ചെയ്യേണ്ടി വരും എന്നതുകൊണ്ട് ഇടയ്ക്ക് എഴുന്നേൽക്കുകയും ഇരിക്കുകയും ചെയ്യുന്ന അസൗകര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ഞാൻ ഇരുന്ന് സംസാരിക്കുക. ഇവിടെ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുമ്പോൾ അങ്ങേയറ്റം അഭിമാനം എൻ്റെ മനസ്സിൽ ഉണ്ടാവുകയാണ്. കാരണം രാഷ്ട്രീയ സ്വയംസേവക സംഘം സമ്പൂർണ്ണ ഹിന്ദു സമാജത്തിൻ്റെയും സംഘടനയ്ക്കായി സ്ഥാപിതമായിട്ട് 100 വർഷങ്ങളായി. പക്ഷേ അതിനും മുമ്പ് 1913 മുതൽ അതേ ആവശ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കാലത്തിൻ്റെ ആവശ്യത്തെ തിരിച്ചറിഞ്ഞ് ഈ പ്രദേശത്തെ ആളുകൾ ഈ ഹിന്ദുമത പരിഷത്തിന് തുടക്കം കുറിച്ചു. 113 വർഷം പൂർത്തീകരിക്കുകയാണ് ഈ മഹത്തായ സംരംഭം. അങ്ങനെ നോക്കുമ്പോൾ മുതിർന്നവരുടെ മുന്നിൽ പ്രായത്തിൽ എഴുതായ ആൾ, സീനിയേഴ്സിന്റെ മുന്നിൽ ജൂനിയർ എന്ന നിലയിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെയുള്ള നിങ്ങൾക്ക് ഓരോരുത്തരെയും ഈ ഹിന്ദുമത പരിഷത്തിന്റെ കാര്യകർത്താക്കൾ, പ്രവർത്തകന്മാരെ ഓരോരുത്തരെയും ഞാൻ പ്രണമിക്കുകയാണ്. जीवन जीने के लिए शक्ति चाहिए, शक्ति समाप्त होगी तो जीवन भी समाप्त होगी। समाज की शक्ति उसकी एकता में होगी। एक एक व्यक्ति के शारीरिक बल के ऊपर वो निर्भर नहीं है, सबका मेलजोल कैसा है, आपस में मिलना जुलना कैसा है, सब मिलकर सबके हित की सुनते हैं, सोचते हैं या स्वार्थ की सोचते हैं, इस पर वो शक्ति निर्भर करती है। और इसलिए हिंदू समाज को अपना जीवन चलाने के लिए हिंदू एकता की आवश्यकता है, उसमें से शक्ति उत्पन्न होगी।
ये बताने के लिए और कोई तर्क देने की आवश्यकता नहीं, विश्व में ही ये नियम है। जो समाज संगठित है, एक है, उस समाज का उत्कर्ष होगा। जो समाज विभक्त है, संगठित नहीं है, उस समाज का अधःपतन होता है। इतिहास और वर्तमान दोनों इसके साक्षी हैं। ജീവിക്കാൻ ശക്തി ആവശ്യമാണ്. ശക്തിയില്ലെങ്കിൽ ജീവിക്കാൻ നമുക്ക് സാധ്യമല്ല. ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ശക്തി അതിന്റെ ഐക്യത്തിലാണ്, ഏകതയിലാണ് കുടികൊള്ളുന്നത്. വ്യക്തികളുടെ ശാരീരിക ശേഷിയോ എന്ത് ഉള്ളതിനേക്കാൾ ഉപരിയായി അത്തരം വ്യക്തികൾ പരസ്പരം സഹകരിച്ച് ഒന്നുപോലെ പരസ്പരം സ്നേഹിച്ച് ഏകതയോടുകൂടി സഹകരിച്ച് കഴിയുമ്പോഴാണ് സമൂഹം ശക്തമാകുന്നത്. ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വസ്തുതയാണ്. ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി നിന്നാൽ, ഏകതയോടുകൂടി മുന്നോട്ട് പോയാൽ അതിനെ ജീവിക്കാനും വളരാനും സാധിക്കും. അതുകൊണ്ട് ഏകത അങ്ങേയറ്റം അനിവാര്യമാണ്. ഇതിന് വേറെ യുക്തിയൊന്നും അവതരിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലോക നിയമമാണ് അത്. ലോകത്ത് മുഴുവൻ നിലനിൽക്കുന്ന വസ്തുതയാണ്. ഏത് സമൂഹത്തെ പഠിച്ചാലും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. സംഘടിതമായ സമൂഹം ഉയർച്ചയെ പ്രാപിക്കുന്നു, അസംഘടിതരായ സമൂഹം തകർച്ചയിലേക്ക് നീങ്ങിപ്പോകുന്നു. ഇതാണ് കാലത്തിന്റെ നിയമം, ചരിത്രവും അത് തന്നെയാണ് സാക്ഷ്യം പറയുന്നത്. परंतु शक्तिवान होने से बाकी विश्व को खतरा भी हो सकता है, क्योंकि शक्ति तो शक्ति है, उसको दिशा देने वाला मनुष्य होता है, उस शक्ति का उपयोग करने वाला होता है। उसकी बुद्धि कैसी है उस पर निर्भर है। संस्कृत में भाषित है, विद्या विवादाय, धनम मदाय, शक्ति परेशान परपीडना। खलस खल यानी दुष्ट। दुष्ट लोग विद्या का उपयोग विवाद बढ़ाने के लिए करते हैं। हम अपने चारों ओर देखते तो ध्यान में आता है। धन का उपयोग अपना मत बढ़ाने के लिए कहते हैं, मत इसका हो जाता है। और शक्ति का उपयोग दूसरों को पीड़ा देने के लिए। लेकिन साधु विपरीत नहीं, साधु लोगों का इससे उल्टा होता है। ज्ञानाय दानाय च रक्षणाय। अच्छे लोग साधु का उपयोग, ये विद्या का उपयोग ज्ञान बढ़ाने के लिए, धन का उपयोग दान करने के लिए और शक्ति का उपयोग दुर्बलों की रक्षा के लिए करते हैं। हिंदुओं के संगठन से ये कैसे होगा? हिंदू एकता विश्व के लिए उपकारी होगी, ये कैसे होगा? तो इसमें कोई शंका करने की आवश्यकता है, क्योंकि हिंदू एक स्वभाव का नाम है। हिंदू में अनेक मत पंथ उपासना संप्रदाय है। इतना प्रदीर्घ जीवन रहा है, उसमें अनेक भाषाएं हो गई। विशाल देश अपना है जिसमें हिंदू रहता है, परंपरा से रहता आया है। उसका भूगोल अलग अलग है, वातावरण अलग अलग है, खान पान रीति रिवाज उसके कारण अलग अलग है, और रहने की जगह भी अलग अलग प्रकार की है। यहाँ रेगिस्तान में रहने वाले लोग हैं, यहाँ पर्वतों की चोटियों पर रहने वाले लोग हैं, यहाँ समुद्र किनारे पर रहने वाले लोग हैं, मैदान में रहने वाले हैं, जंगलों में रहने वाले हैं, शहरों में रहने वाले हैं, गांवों में रहने वाले हैं, सब प्रकार। परंतु ये होने के बाद भी सबका एक स्वभाव है। उस स्वभाव का नाम हिंदू है, उसको ये नाम दिया गया है। लेकिन उस स्वभाव का वर्णन करना है तो हम ये कह सकते हैं कि हिंदू समाज धर्म प्राण है। इसलिए शक्ति का उपयोग विश्व कल्याण के लिए ही होना चाहिए।
എന്നാൽ ഈ ശക്തി വർദ്ധിപ്പിക്കുക എന്നത് അതിന് അപകടത്തിന്റെ സാധ്യതയുമുണ്ട്. ബാക്കിയുള്ളവരുടെ മേലെ ഈ ശക്തിയെ പ്രയോഗിക്കുന്ന തരത്തിൽ വ്യക്തികൾ എങ്ങനെയാണ് എന്ന് നോക്കിയിട്ടാണ് ഈ ശക്തി പ്രയോജനപ്പെടുന്നത്. ആരാണ് ഈ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്നത്, സമൂഹത്തിന് നയിക്കുന്നത്, അവരെ ആശ്രയിച്ചിട്ടാണ് ശക്തി സമൂഹത്തിന് ഗുണകരമാകുന്നു. ലഭിക്കുന്ന ഈ ശക്തിയെ, അതിന്റെ ദിശ, അതിന്റെ ഏത് വഴിക്കാണ് അത് പോകേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ കഴിവുണ്ടാകണം ആ വ്യക്തികൾക്ക്. സാധാരണ സംസ്കൃതത്തിൽ ഒരു ശ്ലോകം പറയാറുണ്ട്, ചില വ്യക്തികൾ ഒരുപക്ഷെ സ്വഭാവത്തിന്റെ കാര്യത്തിൽ കലരാണ് എങ്കിൽ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ചിന്തിക്കാത്തവരാണ് എങ്കിൽ, അവർ വിദ്യ കൊണ്ട് വിവാദത്തിന് വേണ്ടി അത് ഉപയോഗിക്കും. വിദ്യ വിവാദായ ധനം അത്തരം ആളുകളുടെ കയ്യിൽ കിട്ടിയാൽ അത് മതായ, സ്വന്തം മതം, അഹങ്കാരം, സ്വന്തം ശ്രേഷ്ഠത ഇതിനുവേണ്ടി ഉപയോഗിക്കും. ശക്തിയാണെങ്കിലോ പരപീഡനം, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി. എന്നാൽ സാധുക്കൾ, നല്ലവരായ ആളുകൾ എങ്ങനെയാണ് ഈ ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കും. ധനം ലഭിച്ചു കഴിഞ്ഞാൽ അത് പാവങ്ങളായ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി ദാനം ചെയ്യുന്നതിന് ഇനി അവർക്ക് ശക്തി ലഭിച്ചാലോ നല്ലവരായ ആളുകൾ ദുർബലരായവരെ സഹായിക്കുന്നതിന് വേണ്ടി അവർക്ക് കരുത്തായി മാറാൻ തങ്ങളുടെ കരുത്തിനെ ഉപയോഗിക്കും. ഇങ്ങനെ നോക്കുമ്പോൾ ഹിന്ദുക്കളുടെ ഏകത എന്ന് പറയുന്നത്, ഹിന്ദു സമൂഹത്തിന്റെ സ്വഭാവം, ഹിന്ദു ദർശനത്തിന്റെ മഹത്വം വളരെ ശ്രേഷ്ഠമാണ് എന്നത് അത് വിശ്വത്തിന് മുഴുവൻ, സമ്പൂർണ്ണ ജഗത്തിന് ഗുണകരമായിട്ടാണ് സംഭവിക്കുന്നത്. അതിന്റെ കാരണം ഹിന്ദു എന്നത് ഒരു സ്വഭാവത്തിന്റെ നാമമാണ്, തനിമയുടെ പേരാണ്. അതാണ് ഇവിടെ ഹിന്ദു സമൂഹത്തിൽ അനേകം ആചാരാനുഷ്ഠാനങ്ങളുണ്ട്, മതസമ്പ്രദായങ്ങളുണ്ട്, ജാതി വിശേഷങ്ങളുണ്ട്. പക്ഷേ ഈ വ്യത്യസ്തതകൾ അത് താമസിക്കുന്ന പ്രദേശത്തിന്റെ പേരിലായാലും, ധരിക്കുന്ന വസ്ത്രത്തിന്റെ പേരിലായാലും, ആചാരങ്ങളുടെ പേരിലായാലും വ്യത്യസ്തത അനേകമാണ്. ചിലരിവിടെ മരുഭൂമിയിൽ പാർക്കുന്നവരുണ്ട്, ചിലരാകട്ടെ പർവ്വത പ്രദേശങ്ങളിൽ പാർക്കുന്നു, ചിലർ സമുദ്രങ്ങളുടെ തടങ്ങളിൽ, കടലിന്റെ തീരത്ത്, സമതലങ്ങളിൽ താമസിക്കുന്നവർ, നഗരങ്ങളിൽ താമസിക്കുന്നവർ, ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ. ഇങ്ങനെ പല പ്രദേശങ്ങളിൽ പല ആശയ വിശ്വാസങ്ങളോടുകൂടി ജീവിക്കുന്ന ആളുകളുടെ എല്ലാം തനിമ, അവരുടെ സ്വഭാവം, സ്വന്തം ഭാവം, അത് ഹിന്ദുത്വം. അത് അങ്ങനെയുള്ള ഹിന്ദുവിന്റെ ഈ ദേശത്തിന്, അല്ലെങ്കിൽ ഈ പ്രകൃതിക്ക്, ഈ പ്രത്യേക വ്യക്തി സ്വഭാവത്തിന് അനേക വർണ്ണനകളുടെ ആവശ്യമില്ല. നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്, അത് ധർമ്മപ്രാണമാണ്, ധർമ്മമാണ് അതിന്റെ പ്രാണനായി വർദ്ധിക്കുന്നത്. ഈ വിശേഷതയോട് കൂടിയിട്ടുള്ള ഹിന്ദുവിന്റെ സംഘടന ഒരുമിച്ച് വരൽ അത് വിശ്വ നന്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും. कौन सा धर्म, ऐसा प्रश्न उपस्थित हो, क्योंकि आज हम दुनिया में देख रहे हैं धर्म के नाम पर झगड़े होते हैं, लेकिन हिंदू स्वभाव उसमें ज्यादा नहीं। दुनिया के सारे कलह दो बातों के कारण है, एक है स्वार्थ, दूसरा है भेद। मनुष्य एक दूसरे को एकता के भाव से, समदृष्टि से देखता नहीं। वो दिखता अलग है, इसके जो अपने से अलग दिखता है उसको अपने से अलग मानता है। वास्तव में ये जो विविधताएं हैं, मनुष्य के भौतिक जीवन की विविधता हो अथवा अनेक मत संप्रदायों का दिखने वाला अलग अलग स्वरूप हो, अलग अलग तत्वज्ञान हो, अलग अलग आचरण हो, अलग अलग ग्रंथ हो, अलग अलग गुरु हो, ये देश काल परिस्थिति के अनुसार अलग अलग होता है। आज हमने श्री नारायण स्तुति का भाष्य विमोचित किया। श्री नारायण स्तुति का उपदेश क्या है? ये सारे कलह छोड़ो। सनातन धर्म का उपदेश कर रहे हो, बता रहे हैं कि ये सारे अलग अलग धर्म जो दिखते हैं उनका सार एक ही है, पहले से चलता आया हुआ वो धर्म, सबका धर्म। और एक साक्षात्कारी पुरुष थे, उन्होंने भी इसी प्रकार कहा था, हमारी सारी सनातन परंपरा में जो आचार्य होते
साक्षात्कार करने वाले। उन्होंने सबने ये कहा है तो there is a religion on top of religion, ऐसा एक आचार धर्म है वो देशकाल परिस्थितीनुसार होतो। अभी मैं यहाँ बैठा हूँ, आप भी बैठे हैं, किसी ने स्वेटर नहीं पहना, लेकिन अभी इलाहाबाद में कुंभ में जो लोग प्रयागराज में गए हैं उनको वहां स्वेटर पहनना पड़ता है। एक ही समाज है, दो जगह है, इसलिए दो प्रकार के कपड़े। आज केरल का व्यक्ति भी वहां जाता है तो उसको गर्म कपड़ा पहनना पड़ता है, और वहां का व्यक्ति यहाँ आता है तो उसको सामान्य कपड़ा पहनना पड़ता है। क्योंकि देश काल परिस्थिति के अनुसार ये आचार होता है। परंतु सबका कर्तव्य क्या है? वो रिलीजन हमने रिलीजन है, सभी धर्मों का सार्वभौम धर्म है, वो पहले से चलता आया है। उसी सनातन धर्म का निरूपण प्रत्येक हिंदू आचार्य ने किया है, प्रत्येक आध्यात्मिक साक्षात्कारी पुरुष ने किया, प्रत्येक संत ने। वो धर्म धारणा को महत्व देता है। उस धर्म की व्याख्या में ही है धारणा करता है वो धर्म है। धारणा धर्म धर्मो धारे प्रजा, जो जन्म लेता है उसका धारण। सृष्टि के प्रारंभ से अस्तित्व में आया, सृष्टि उसी के नियम से चलती है, आगे बढ़ती है और अपने कर्तव्यों को प्राप्त में लीन हो जाती है। इसका जो नियम है, जो सामने के जमीन पर एक धूलि का कण है, उससे लेकर तो बड़े बड़े ग्रहों तक, एक छोटे से कीट से लेकर तो दुनिया के अत्यंत विद्वान, अत्यंत मूर्धन्य श्रेष्ठ मानवों तक सब पर लागू होता है। जड़ चेतन चराचर वृत्ति उस नियम से वो नियम धर्म है, वो शाश्वत है। उसका आचरण कैसे करना, देशकाल इसका उपदेश करने वाले है। अगर वो समझ जाएंगे कि हमारा गंतव्य वही धर्म है सबका एक, तो सारे कलर समाप्त हो गए।